പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒന്നാം അധ്യായത്തിൻ്റെ 4ാം സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവിധ നമ്പർ സിസ്റ്റങ്ങളെയും അവയുടെ ഉപയോഗത്തെപ്പറ്റിയും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് നമ്പർ കൺവേർഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് കമ്പ്യൂട്ടർ എന്നുള്ള ഉപകരണത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലഭ്യമായ നമ്പറുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണ് അതിനുള്ള മെത്തേഡുകൾ? ഏതൊക്കെ തരത്തിലുള്ള കൺവേർഷൻസാണ് പോസിബിളായിട്ടുള്ളത് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്പർ കൺവേർഷൻ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് ഒന്ന് നോക്കാം. ദ ഡിഫറെൻറ്റ് കൺവേർഷൻസ് ആർ ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ ആൻഡ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. ഇപ്പം നമുക്കറിയാം, നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുഴുവനായും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. ആ നമ്പർ സിസ്റ്റത്തിലെ നമുക്ക് സംഖ്യകളെ തിരിച്ചറിയാനും ഉപയോഗിക്കാനും കഴിയുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ എന്നുള്ള ഉപകരണത്തിന് ആകെ അറിയുന്നത് എന്ത് മാത്രമാണ്? ബൈനറി സംഖ്യകളെ മാത്രമാണ്. അതായത് സീറോസ് ആൻഡ് വൺസിനെ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഡെസിമൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള വിലകളെ കമ്പ്യൂട്ടറിലോട്ട് പ്രോസസ്സിങ്ങിന് വിധേയമാക്കുമ്പോൾ അവ ഏത് തരത്തിലായിരിക്കണം? ബൈനറി ഇക്വാലൻ്റ് ആയിട്ട് മാറണം. അതേപോലെ തന്നെ മെമ്മറിക്കകത്ത് ഡാറ്റ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അവ ഏതൊക്കെ ഫോമിലായിരിക്കും? ഒന്നുകിൽ ഒക്ടൽ ഫോമിലോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ഫോമിലോ ആയിരിക്കും. അപ്പോൾ അവിടെയും കൺവേർഷന് വിധേയമാക്കേണ്ടി വരും. അപ്പോൾ ഏതൊരു സംഗതി ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന ഏത് തരം ഡാറ്റയെയും എന്തായിട്ട് മാറ്റേണ്ടി വരും? ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ന്യൂമറിക്കൽ ഫോമിലാണ് കമ്പ്യൂട്ടർ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ കൺവേർഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെസിമൽ സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് ബൈനറി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിന് നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഡിവിഷൻ ഓർ സക്സസീവ് ഡിവിഷൻ എന്നുള്ള മെത്തേഡാണ്. നമുക്ക് ഏത് നമ്പർ സിസ്റ്റത്തിലോട്ടാണോ മാറ്റേണ്ടത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന സംഖ്യയെ ഏത് നമ്പർ സിസ്റ്റത്തിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, ആ മാറ്റേണ്ടുന്ന സംഖ്യാസമ്പ്രദായത്തിൻ്റെ ബേസ് കൊണ്ട്, അതായത് നമ്മൾ ആധാരം എന്ന് നേരത്തെ പഠിച്ചിരുന്നു, ആ ബേസ് കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുക. തുടർച്ചയായിട്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ വാല്യൂ നമ്മൾ മാറ്റി എഴുതിയാൽ നമുക്ക് അതിൻ്റെ ബൈനറി ഇക്വാലൻ്റ് നമുക്ക് ലഭിക്കും. അതാണ് സക്സസീവ് ഡിവിഷൻ എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അതായത് ഡെസിമൽ ടു ബൈനറി കൺവേർഷന് വേണ്ടിയിട്ടൊരു സംഖ്യ നമുക്ക് എടുത്ത് ചെയ്തു നോക്കാം. ഉദാഹരണത്തിന് 25 എന്നുള്ള സംഖ്യ, ഡെസിമൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള സംഖ്യ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത്? കാരണം നമുക്ക് മാറ്റേണ്ടുന്ന സംഖ്യാസമ്പ്രദായം ഏതാണ്? ബൈനറിയാണ്. ഇപ്പം ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 കൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ സംഖ്യയെ
ഹരിക്കുന്നു, അതിൻ്റെ റിമൈൻഡർ വാല്യൂ നമ്മൾ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്നു. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുക. 25നെ ഞാൻ 2 കൊണ്ട് ഹരിച്ചു. 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര തവണ 2 അതിൽ പോകും? 12 തവണ 2 പോകും. 12 2 24. 25ൽ എത്ര ബാക്കിയുണ്ട്? അതായത് 1 ബാക്കിയുണ്ട്. അത് നമ്മൾ വലതുഭാഗത്തേക്ക് മാറ്റി എഴുതുന്നു. പിന്നെ വീണ്ടും നമുക്ക് 12 എന്നുള്ള സംഖ്യയെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? 6 തവണ 2 അതിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ 6 2 12. 12 കിട്ടിയപ്പോൾ ശിഷ്ടമുണ്ടോ? ബാക്കിയില്ല. ബാക്കി എന്താണ്? 0. അത് നമ്മളവിടെ പോസ്റ്റ് ചെയ്തു, അത് വലതുഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്തു. പിന്നെയോ വീണ്ടും നമുക്ക് 6 എന്നുള്ള സംഖ്യ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ എത്രയായി? 3 തവണ 2 അതിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ വീണ്ടും 2 6. അപ്പോൾ എത്രയായി? ശിഷ്ടം എത്രയാണ്? വീണ്ടും 0 കിട്ടിയിരിക്കുന്നു. അത് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് 3നെ 2 കൊണ്ട് ഹരിക്കാം. 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര തവണ? 3ൽ നമുക്ക് 2 എടുക്കാൻ പറ്റും. എത്ര ബാക്കിയുണ്ട് അവിടെ? 1 ബാക്കിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? അവിടെ പ്ലേസ് ചെയ്തു, വലതുഭാഗത്ത് പ്ലേസ് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് 1നെ 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. അതായത് 1ൽ നിന്ന് 2 എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എത്രയാണ്? 0. അതായത് 2 എടുക്കാൻ സാധിക്കില്ല. 0 ടൈംസ് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 1ൽ നിന്ന് 2 എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എത്ര തന്നെയാണ് ബാക്കി വരുന്നത്? 1 തന്നെ അവിടെ ബാക്കി വരുന്നു. അതുകൊണ്ട് 1 കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഈ റൈറ്റ് സൈഡിലോട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ പ്ലേസ് ചെയ്ത വാല്യൂ റിമൈൻഡേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ നമ്പറിനെ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് അവിടെ ഒരു ഏറോ മാർക്ക് കാണാം നിങ്ങൾക്ക്, ഡയറക്ഷൻ ഏറോ. അത് താഴെ നിന്നും മേലോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ താഴെ നിന്നും മേലോട്ടേക്കുള്ള സീക്വൻഷ്യൽ ഓർഡറിലാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഈ 25 എന്നുള്ള സംഖ്യയുടെ ബൈനറി ഇക്വാലൻറ്റ് എത്രയാണെന്ന് നോക്കൂ. എത്രയാണ്? 1 1 0 0 1 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഒരു ഡെസിമൽ ഫ്രാക്ഷൻ നമുക്കെങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 2 തരം നമ്പേഴ്സ് ഉണ്ട്. ഇൻറ്റിജേഴ്സ് ഉണ്ട്, നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയും നമ്മൾ. റിയൽ നമ്പേഴ്സും ഉണ്ട്, ഇൻറ്റിജർ നമ്പേഴ്സ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളാണ്. ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാംശ സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന സംഖ്യകൾ, ദശാംശ സ്ഥാനത്തോട് കൂടിയ സംഖ്യകളെയാണ് നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു നമ്പറിന് 2 പാർട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 15.25 സ്ക്രീനിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക്. അതൊരു റിയൽ നമ്പറാണ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പറാണ്. അതിന് 2 പാർട്ടുണ്ട്. ഒരു ഇൻറ്റിജർ പാർട്ട് 15 എന്ന് പറഞ്ഞ ഇൻറ്റിജർ പാർട്ടും ഉണ്ട്, അതേപോലെ തന്നെ 0.25 എന്ന് പറഞ്ഞ ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ഇൻറ്റിജർ പാർട്ടാണ്. അപ്പോൾ 15 എന്ന നമ്പറിനെ നമ്മൾ 2 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുന്നു. ശിഷ്ടം എന്ത് ചെയ്യുന്നു? വലതുഭാഗത്തായിട്ട് എടുത്തെഴുതുന്നു. നോക്കൂ, 15നെ 2 കൊണ്ട് ഹരിക്കുന്നു. 7 തവണ 2 അതിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. 14. ബാക്കി എത്ര വന്നു? 1 ബാക്കി വന്നു. അത് നമ്മൾ വലതുഭാഗത്തേക്ക് പ്ലേസ് ചെയ്തു. വീണ്ടും 7നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. 3 തവണ നമുക്ക് 7ൽ 2 എടുക്കാം. 6 3 2 6. 3 × 2 6. എത്ര ശിഷ്ടം വന്നു? 1 ശിഷ്ടമായിട്ട് വന്നു. നമ്മളതെന്ത് ചെയ്തു? വലതുഭാഗത്ത് പ്ലേസ് ചെയ്തു. വീണ്ടും 3ൽ വീണ്ടും 3നെ 2 കൊണ്ട് ഹരിക്കുന്നു. 3ൽ 1 തവണ നമുക്ക് 2 എടുക്കാം. എത്രയായി? 1 × 2 2. 1 ശിഷ്ടമായിട്ട് വന്നു. അത് വലതുഭാഗത്ത് പ്ലേസ് ചെയ്തു. വീണ്ടും 1 ബാക്കി വന്നു. ആ 1നെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് വീണ്ടും ഹരിക്കാൻ ശ്രമിക്കുന്നു. 1ൽ നിന്ന് 2 എടുക്കാൻ സാധിക്കുമോ? ഇല്ല. എന്താണ്? 0 ടൈംസ് ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്താ അവസാനിപ്പിക്കുന്നത്? അപ്പോൾ എത്ര തന്നെയാണ് ബാക്കി വരുന്നത്? 1 തന്നെ ബാക്കി വരുന്നു. അത് നമ്മൾ വലതുഭാഗത്തേക്ക് പ്ലേസ് ചെയ്തു. താഴെ നിന്ന് മേലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ നമ്പർ സീക്വൻസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കൂ. 1 1 1 1 വിത്ത് ബേസ് 2. അതായത് 15 എന്നുള്ള ഡെസിമൽ സംഖ്യയുടെ ബൈനറി ഈക്വാലൻ്റ് എത്ര കിട്ടി നമുക്ക്? 1 1 1 1 എന്ന് നമുക്ക് കിട്ടിയതായിട്ട് കാണാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഏതാണ്? ഫ്രാക്ഷണൽ പാർട്ട് എടുത്ത് നോക്കൂ. ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് സക്സസീവ് ഡിവിഷനാണ് നമ്മൾ ചെയ്തിരുന്നത്, ഇൻറ്റിജർ പാർട്ടിന് വേണ്ടി ചെയ്തിരുന്നത്, ഇൻറ്റിജർ നമ്പേഴ്സിന് വേണ്ടി ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ബേസ് ആണ്. നോക്കൂ,
ഫ്രാക്ഷണൽ പാർട്ടിലെ നമ്പർ ഏതാണ്? 0.25 ആണ്. 0.25 ഇൻറ്റു 2 മൾട്ടിപ്ലിക്കേഷനാണ്, ഹരണമല്ല. 0.25 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.50. ഓക്കെ, ദെൻ ആ റിസൾട്ട് നോക്കൂ, 0.50. അതിന് രണ്ട് പാർട്ടുണ്ടല്ലോ, ഒന്ന് ഇൻറ്റിജർ പാർട്ടുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. ഇൻറ്റിജർ പാർട്ട് ഏതാണ്? 0. ഫ്രാക്ഷണൽ പാർട്ട് ഏതാണ്? 0.50. ഓക്കെ, ആ റിസൾട്ടിൽ നിന്ന് നമ്മൾ ഇൻറ്റിജർ പാർട്ട് എടുത്തിട്ട് ഇടത് സൈഡിൽ പ്ലേസ് ചെയ്യുന്നു. അതായത് 0 ആണ് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് അവിടെ പ്ലേസ് ചെയ്തു. വീണ്ടും 0.50 എന്നുള്ള ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 0.50 ഇൻറ്റു 2 ദാറ്റ് വിൽ ബി 1.00, റൈറ്റ്? സോ ആ റിസൾട്ടിനും എന്ത് പാർട്ടുണ്ട്? ഒരു ഇൻറ്റിജർ പാർട്ടുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുമുണ്ട്. ഇൻറ്റിജർ പാർട്ട് ഏതാ? 1 ആണ്. ഫ്രാക്ഷണൽ പാർട്ട് 0 ആണ്. ആ ഇൻറ്റിജർ പാർട്ട് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും എടുത്ത് ഇടത് ഭാഗത്തേക്ക് പ്ലേസ് ചെയ്തു. ഇനി അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എത്രയാണ് ബാക്കിയുള്ളത്? 0.00, റൈറ്റ്? ആ 0.00നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? ഇനി 00 വന്നതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഗുണനത്തിന് അർത്ഥമില്ല. കാരണം എന്താണ്? 0 തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇപ്പം കിട്ടിയിരിക്കുന്ന വാല്യൂ നോക്കൂ. ഫസ്റ്റ് 0, രണ്ടാമത്തത് 1. അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് ആ സീക്വൻഷ്യൽ നമ്പറിനെ? ആ നമ്പറിൻ്റെ സീക്വൻസ് കൃത്യമായിട്ട് മേലെ നിന്ന് താഴോട്ടേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? 0, 1. സോ ദ 0.25 വിത്ത് ബേസ് 10, 0.25 എന്ന ഡെസിമൽ സംഖ്യയുടെ ബൈനറി ഈക്വാലൻ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 0.01 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 1111.01 വിത്ത് ബേസ് 2 ദാറ്റ് ഈസ് ഇക്വാലൻ്റ് ടു 15.25 വിത്ത് ബേസ് 10. രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒന്ന് സക്സസീവ് ഡിവിഷൻ ആൻഡ് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ. ഇൻറ്റിജർ പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സക്സസീവ് ഡിവിഷൻ നടത്തുന്നു. ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ ബേസ് കൊണ്ട് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന രീതി. ഇനി അടുത്ത കൺവേർഷൻ നോക്കൂ. ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനാണ്. ഇതിൽ നമ്മൾ പ്രയോഗിക്കുന്ന മെത്തേഡ് സെയിം ആണ്. അതായത് സക്സസീവ് ഡിവിഷനും സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ബേസിന് മാത്രം മാറ്റം വന്നേ ഉള്ളൂ. എന്താണ് ബേസ്? നമ്മുടെ ഒക്ടൽ സംഖ്യയുടെ ബേസ് എത്രയാണ്? 8 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഹരിക്കേണ്ടി വരിക? 8 എന്നുള്ള സംഖ്യ കൊണ്ടാണ് ആ ഡെസിമൽ സംഖ്യയെ നമ്മൾ ഹരിക്കേണ്ടി വരിക. ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. 125 എന്നുള്ള ഡെസിമൽ സംഖ്യയെ ഞാൻ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കൂ. 125നെ 8 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? 15 തവണ 125ൽ 8 നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. എത്ര റിമൈൻഡറായിട്ട് വന്നു? 5 റിമൈൻഡറായിട്ട് വരുന്നു. ആ 5 അവിടെ പ്ലേസ് ചെയ്തു. വീണ്ടും 15നെ വീണ്ടും 8 കൊണ്ട് ഹരിക്കുന്നു. എത്ര തവണ? ഒരു തവണ 8 എടുക്കാൻ പറ്റുന്നു. 7 റിമൈൻഡറായിട്ട് വരുന്നു. വീണ്ടും ആ കിട്ടിയിരിക്കുന്ന 1നെ നമ്മൾ എന്ത് ചെയ്തു? 8 കൊണ്ട് വീണ്ടും ഹരിക്കുന്നു. അതിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ 0 ആണ്. അപ്പോൾ എത്ര തന്നെ റിമൈൻഡറായിട്ട് വന്നിരിക്കുന്നു? 1 തന്നെ റിമൈൻഡറായിട്ട് വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ നിന്ന് മേലോട്ടുള്ള ഡയറക്ഷനിൽ ആ സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ ആ നമ്പറിനെ കൺസിഡർ ചെയ്യുന്നു. ദ നമ്പർ ഈസ് 175. സോ 125 വിത്ത് ബേസ് 10 ഈസ് ഈക്വൽ ടു 175 വിത്ത് ബേസ് 8. ആ മെത്തേഡ് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഫ്രാക്ഷണൽ നമ്പറിൻ്റെ കേസിലും ഒക്ടലിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കാരണം സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 8 എന്നുള്ള സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. അത് സീക്വൻഷ്യൽ ഓർഡറിൽ മേലെ നിന്നും താഴോട്ടേക്ക് കൺസിഡർ ചെയ്യുന്നു. നേരത്തെ ബൈനറിയിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പിന്നെ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ചെയ്യുമ്പോഴെന്തായിരിക്കും വ്യത്യാസം? വ്യത്യാസം ഇതേ ഉള്ളൂ. എന്താണ്? നമ്മൾ ബേസ് എന്താണ്? 16 ആണ്. അപ്പോൾ 16 എന്നുള്ള സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹരിക്കണം, തുടർച്ചയായിട്ട് ഹരിക്കണം. അപ്പോൾ എന്താ നോക്കൂ, 155 സ്ക്രീനിൽ കാണുമ്പോൾ 155നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ടൈംസ് അതിനകത്ത് നമുക്ക് 16 എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ എത്ര റിമൈൻഡറായിട്ട് വന്നു? 11. സോ 11 ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഹെക്സാഡെസിമൽ എസ് ബി. അത് മറക്കരുത്. നേരത്തെ നമ്മൾ ആ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 മുതൽ 15 വരെയുള്ള സംഖ്യകളെ ABCDEF എന്നുള്ള ക്യാരക്ടേഴ്സ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് 11 വന്നപ്പോൾ എന്തായത്? ബി എന്നുള്ള ക്യാരക്ടർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 9നകത്ത് എന്തെടുക്കാൻ സാധിക്കില്ല?
16 എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ 0 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര തന്നെ ബാക്കിയായിട്ട് വരുന്നു? 9 ബാക്കിയായിട്ട് വരുന്നു. അപ്പോൾ എത്രയാണ് ഇവിടെ റിസൾട്ട് വന്നെന്ന് നോക്കൂ. 9, 11. സോ 11 വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് B. So the value will be 9B. So 155 with the base 10 is equal to 9B with the base 16. So ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പ്രോസസ്സും ഏതുപോലെ തന്നെയാണ്. സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഒക്ടലിലും നമ്മൾ ബൈനറിയിലും പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. Okay, binary to decimal conversion. So we have given a binary number, then how it is possible to convert that particular number into its corresponding decimal equivalent, right? It is very simple. എങ്ങനെയാണെന്ന് നോക്കൂ. For example 1010.11 with base 2, ആ നമ്പറിൻ്റെ ഡെസിമൽ ഇക്വാലൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് നോക്കൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് ഏതൊരു നമ്പറിൻ്റെയും യഥാർത്ഥ വില അതിൻ്റെ ഡെസിമൽ ഇക്വാലൻ്റിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വിലയിലോട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ഒരു മാർഗം അപ്ലൈ ചെയ്താൽ മതി. എന്താണ്? സം ഓഫ് പ്രോഡക്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പൊസിഷണൽ വാല്യൂ. ആ പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഡെസിമൽ ഇക്വാലൻ്റ് കിട്ടും. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ നമ്പറിന് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ. 1 × 2⁻3. സോ ദ ഫസ്റ്റ് നമ്പർ 1, ഫസ്റ്റ് ഡിജിറ്റ് 1, ആ 1ൻ്റെ കറസ്പോണ്ടിങ് എന്താണ് കിട്ടിയിരിക്കുന്നത്? പൊസിഷണൽ വാല്യൂ എത്രയാണ്? 2⁻3 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 0 × 2⁻2. 0 എന്നുള്ള വാല്യൂവിൻ്റെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? 2⁻2 ആണ്. ദെൻ പ്ലസ് 1 × 2⁻1 plus 0 × 2⁻0, that is 8 plus 0 plus 2 plus 0, that will be 10. So the integer പാർട്ടിൻ്റെ ആ വാല്യൂ നോക്കൂ. ഇൻറ്റിജർ പാർട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ഫ്രാക്ഷണൽ പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണണം. അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇൻറ്റിജർ പാർട്ടിൻ്റെ വാല്യൂ 1010 ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വാലൻ്റ് എത്ര കിട്ടി? 10, അതായത് 10 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 10 with base 10. Then the fractional part 0.11. 0.11ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഇക്വാലൻ്റ് കാണാൻ എന്ത് ചെയ്തു? അതിൻ്റെ പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പരസ്പരം കൂട്ടി. എങ്ങനെ ചെയ്തു? 1 × 2⁻1 plus 1 × 2⁻2, that will be 0.5 plus 0.25, that is 0.75. So the actual value or the decimal equivalent of 1010.11 with the base 2 is equal to 10.75 with the base 10, right? Or 10.75 with the base 10. So this is the method for calculation. ഇവിടെ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. അതായത് ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, then we can move on to the next conversion process, that is octal to decimal conversion. The same method can be followed with this conversion also. ബൈനറിയെ ഡെസിമൽ ആക്കിയതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒക്ടലിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ബേസ് വാല്യൂ എത്രയാണ്? 8 ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പൊസിഷണൽ വാല്യൂസ് 8ൻ്റെ പവേഴ്സായിട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിജിറ്റിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? കറസ്പോണ്ടിങ് 8ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പരസ്പരം കൂട്ടിയാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? അതിൻ്റെ കൺവേർട്ടഡ് വാല്യൂ നമ്മൾ കിട്ടുന്നു. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. 157 വിത്ത് ബേസ് 8. അതെങ്ങനെയാണ് അതിൻ്റെ കൺവേർഷൻ നടന്നെന്ന് നോക്കൂ. 1 × 8⁻², ദാറ്റ് മീൻസ് 1ൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വാല്യൂ 8⁻² ആണ്. പ്ലസ് 5 × 8⁻1. 5 എന്നുള്ള ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വാല്യൂ 8⁻1 ആണ്. പ്ലസ് 7ൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വാല്യൂ 8⁻0 ആണ്. സോ that will be 64 plus 40 plus 7, that is 111. that is the decimal equivalent. അതാണ് ഡെസിമൽ ഇക്വാലൻറ്റിൻ്റെ പ്രത്യേകത. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നെഗറ്റീവ് പവേഴ്സ് വരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ hexadecimal to decimal conversion. So here the only difference is we have to consider the base value as 16.
then we can multiply the corresponding digit with the positional value and add these different values. You will get the corresponding decimal equivalent. For example, AB, see AB with the base 16, then how it is possible to convert that particular value? Here the first character is A, the corresponding value is 10, you know, corresponding value 3 ആണ് 10 ആണ്. Okay, so then 10 into the positional value, that is 16 raised to 1, then what is the value of B? That is 11. 11 into 16 raised to 0, that is the positional value. 16 raised to 0 is the positional value of B. Then what will be the result? 160 plus 11, that will be 171. So this is the method you can follow to find out the conversion of a particular binary, octal and hexadecimal into its corresponding decimal equivalent. Okay, then the next conversion is octal to binary conversion എന്നുള്ളതാണ്. Octal to binary conversion. So this is a very simple method you can perform. ഈ മെത്തേഡിൽ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നോക്കൂ, 437 വിത്ത് ബേസ് 8, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വാലൻറ്റ്, ബൈനറി ഇക്വാലൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഖ്യയെ നമ്മൾ ആദ്യം ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മൾ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് ഫോളോ ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് കൺവേർഷൻ പോസിബിൾ ആവുന്ന ഒരു എളുപ്പ വഴിയാണ് ഈ കാണുന്ന മെത്തേഡ്. നോക്കൂ, ഇതിനകത്തുള്ള ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ നമ്മൾ എടുത്ത് എഴുതുന്നു. ശ്രദ്ധിച്ചോളൂ, 4 കറസ്പോണ്ടിങ് ബൈനറി ഇക്വലൻ്റ് ഏതാണ്? 3 ഡിജിറ്റ്സ് ഉള്ള 3 ബിറ്റ് ബൈനറി ആയിട്ട് നമ്മളതിനെ മാറ്റുകയാണ്. ഓരോ സംഖ്യയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറികളായിട്ട് നമ്മളതിനെ മാറ്റുന്നു. അപ്പോൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എഴുതാൻ പറ്റും? 100 ഈസ് ഇക്വലൻ്റ് ടു 4. ദെൻ 3 എന്നുള്ള നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ എഴുതാൻ പറ്റുക? 011 ഈസ് ദ 3 ബിറ്റ് ബൈനറി. ദെൻ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 111, ദാറ്റ് ഈസ് ദ ഇക്വലൻ്റ് ഓഫ് 7 3 ബിറ്റ് ബൈനറി. പ്രത്യേകം ശ്രദ്ധിക്കണം, 3 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ തിരിക്കേണ്ടത്. അപ്പോൾ ഇതിനെ കൂട്ടി യോജിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും നോക്കൂ. 100 011 111 ഇത് ഒന്നിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 437 വിത്ത് ബേസ് 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടുന്നു? നമുക്ക് ബൈനറി ഇക്വാലൻ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ദെൻ ഹൗ ടു കൺവേർട്ട് എൻ ഹെക്സാഡെസിമൽ ടു ബൈനറി? ഹെക്സാഡെസിമലിനെ നമുക്ക് എങ്ങനെയാണ് ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൻ്റെ വേറൊരു രീതിയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, consider the number AB with base 16. Then A is a hexadecimal number, B is also an hexadecimal number. Then we can specify the corresponding 4-bit binary equivalent of each hexadecimal number. Then we can convert that particular number into its binary as a 4-bit binary equivalent. That will be 1010, right? B is equivalent to 1011, right? 4 ബിറ്റ് ഗ്രൂപ്പുകളായിട്ടുള്ള 2 ബൈനറി സംഖ്യകളെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? എ ബി വിത്ത് ബേസ് 16 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇക്വാലൻ്റ് നമുക്ക് കിട്ടുന്നു. അതാണ് കാണുന്നത് 1010 1011 എന്നുള്ള നമ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺവേർഷൻ ഈസ് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. ഇപ്പോൾ ഒരു ബൈനറി സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ബൈനറി സംഖ്യ ശ്രദ്ധിച്ചോളൂ, 1011001111 വിത്ത് ബേസ് 2. ദെൻ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഒക്ടൽ ഡയറക്റ്റ്ലി? ഈ സംഖ്യയെ, ഈ ബൈനറി സംഖ്യയെ നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ 3 ബിറ്റുകളുള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് നമ്മൾ അതിനെ തരംതിരിക്കുന്നു. നോക്കൂ, 111 എന്നുള്ളൊരു ഗ്രൂപ്പാക്കി,
100 എന്നുള്ളത് വേറൊരു ഗ്രൂപ്പാക്കി, 101 എന്നുള്ളത് വേറൊരു ഗ്രൂപ്പാക്കി. അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഇക്വാലൻ്റ് നമ്മൾ എഴുതിയാൽ മതി, റൈറ്റ്? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? കറസ്പോണ്ടിങ് ഒക്ടൽ ഇക്വാലൻ്റ് നമുക്ക് ലഭ്യമാകുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ടു കൺവേർട്ട് എ ബൈനറി ഇൻ ടു ഇറ്റ്സ് ഹെക്സാഡെസിമൽ ഡയറക്റ്റ്ലി. എങ്ങനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു നോക്കൂ. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി മാറ്റിയതെങ്കിൽ നമ്മളിതിനിവിടെ 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി മാറ്റുന്നു. പക്ഷേ സ്കാനിങ് എവിടെ നിന്ന് തന്നെയാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തന്നെയാണ് സ്കാൻ ചെയ്യേണ്ടത്. സോ 1011 ദാറ്റ് ഈസ് 11, ദാറ്റ് ഈസ് ബി. ദെൻ 0011 ദാറ്റ് ഈസ് 3, റൈറ്റ്? Then 1010 that is 10, that is A, right? So the number is B3A, right? Octal to hexadecimal conversion, right? It is very simple. Then first of all you have to do what? The given number is to be converted into its corresponding binary equivalent. It is very simple. നമ്മൾ 3 ബിറ്റുകളുടെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോ നമ്പറിനെയും തിരിച്ചാൽ മതി. നോക്കൂ, 457, 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് തന്നെ 1000. നെക്സ്റ്റ് 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്താണ്? 101. നെക്സ്റ്റ് 7 110. ഓരോന്നിൻ്റെയും ബൈനറി ഇക്വാലൻ്റ് കിട്ടിയല്ലോ. അത് കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ എന്ത് കിട്ടി? ബൈനറി ഇക്വാലൻ്റ് കിട്ടി. ഈ കിട്ടിയ ബൈനറി ഇക്വാലൻറ്റിന് നമ്മൾ എന്താക്കി മാറ്റിയാൽ മതി? വലത്തു നിന്നും ഇടത്തോട്ടേക്ക് 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി തിരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഇക്വാലൻ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത് ഹെക്സാഡെസിമൽ വാല്യൂ കിട്ടും. സോ 457 വിത്ത് ബേസ് 8 ഈസ് ഈക്വൽ ടു 12F വിത്ത് ബേസ് 16 നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. നേരെ തിരിച്ചുള്ള കൺവേർഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ? തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ 4 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വാലൻ്റ് എടുത്തെഴുതുക. സോ എ that is 10, 1010, that is the binary equivalent. 2, then 0010, 4 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി എഴുതി. then D, right, that is 1101, that is 13, right? then ഈ 3 ഗ്രൂപ്പുകളെയും നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടും? ബൈനറി കിട്ടും, റൈറ്റ്? ബൈനറി ഇക്വാലൻ്റ് കിട്ടും. ഈ ബൈനറിയെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വലത്തു നിന്നും ഇടത്തോട്ട് സ്കാൻ ചെയ്യുന്നു. 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റുന്നു, റൈറ്റ്? 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. സോ 101 ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്, ദെൻ 101 സെക്കൻഡ് ഗ്രൂപ്പ്, ദെൻ 000 ഈസ് ദ നെക്സ്റ്റ് വൺ ആൻഡ് 101 ഈസ് ദ ലാസ്റ്റ് ഗ്രൂപ്പ്. സോ അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെടുത്ത് എഴുതിയാൽ മതി? കറസ്പോണ്ടിങ് ഒക്ടൽ ഇക്വാലൻ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ആ ഒക്ടൽ വാല്യൂ നമുക്ക് കിട്ടും. ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ പാർട്ട് ഈസ് binary addition, right? How you can perform the binary addition? 2 ബൈനറി സംഖ്യകളെ നമ്മൾ എങ്ങനെയാണ് അഡിഷന് വിധേയമാക്കുന്നത്? നമ്മൾ സാധാരണ സംഖ്യകളുടെ അഡിഷൻ അല്ല നമ്മൾ ബൈനറി അഡിഷൻ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ആ സംഖ്യകൾ കൂട്ടുമ്പോഴേ നമുക്ക് ലഭിക്കുന്നത് നോക്കുള്ളൂ. 0 + 0 ഈസ് ഈക്വൽ ടു 0, റൈറ്റ്? 0 + 1 ഈസ് ഈക്വൽ ടു 1, റൈറ്റ്? ദെൻ 1 + 0 ഈസ് ഈക്വൽ ടു 1. then 1 + 1 is equal to 10 ആണ്, റൈറ്റ്? 10 0 അവിടുത്തെ എഴുതി 1 carry ആയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുക. then again suppose it is 10 + 1 എന്നാണെന്ന് വിചാരിച്ചോളൂ. 10 + 1 is equal to 11 എന്നാണ് വരുന്നത്. ഓക്കെ, here 2 binary numbers are already there. The positional values can be added. The same positional values can be added. 0 + 1. What is that? According to the rule, 0 + 1 is equal to 1, right? Then what is the next positional values? 1 and 1. 1 + 1 is what? 10, right? 1 + 1 is 10. Then sum is 0. Then 1 is carry. 1 carry ആയിട്ട് നിൽക്കുകയാണ്. Then that carry is added to the next one, that is 1 + 1 is 10, 10 + 1 is 11. Again 1 is carry, 1 + 0 is 1, then again 1 + 0 is 1, then 0 + 1 is 1, 1 + 1 is 10, right? So that is the result of this particular addition process. So you have to follow this particular rule for binary addition, right? Then today നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതായത് ഡിഫറെൻ്റ് കൺവേർഷൻസ് ആണ് അവിടെ ചോദ്യങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ നമ്പറുകളെ
അതത് കറസ്പോണ്ടിങ് സംഖ്യാന സമ്പ്രദായത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. അത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ പ്രോബ്ലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കുകയും ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.